നമസ്കാരം. നമ്മൾ SIPയെ പറ്റിയിട്ട് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. SIP ഇൻവെസ്റ്റ് ചെയ്യുക, വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് വെൽത്ത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതിനെ പറ്റിയിട്ട്. പക്ഷേ ഒരു ഫിഗേഴ്സ് എടുത്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ നമുക്ക് SIPയിലൂടെ ബെനിഫിറ്റ് ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. വളരെ തുച്ഛമായിട്ടുള്ള 2000 രൂപ വെച്ച് മാസം ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങി ഒരു റിട്ടയർമെൻറ്റ് ഏജ് ആവുന്ന സമയത്ത് ഏകദേശം ഒരു കോടിക്ക് മേലെ എന്ന് വെച്ചാൽ ഇപ്പോൾ 2000 രൂപ വെച്ചിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ 1.3 crore വരെ എങ്ങനെ സമ്പാദിക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഇനി ഈ 2000 രൂപ വെച്ച് തുടങ്ങുന്ന SIPയിൽ കുറച്ചും കൂടി ഒരു ട്വിസ്റ്റും കൂടിയും വരുത്തി കഴിഞ്ഞാൽ ആ 1.3 crore എന്നുള്ളത് എങ്ങനെ ഒരു 3.5 crore ആക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം. അത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു SIP തുടങ്ങുന്ന ഏജ് എന്ന് പറഞ്ഞാൽ ഒരു 20ാമത്തെ വയസ്സിലാണ് SIP തുടങ്ങണമെന്ന് വിചാരിക്കുക. സ്റ്റാർട്ടിംഗ് ഏജ് 20 വയസ്സ്. ഇനി അപ്പോൾ SIP മാസം ഇൻവെസ്റ്റ് ചെയ്യേണ്ട തുക എന്ന് പറഞ്ഞാൽ ഒരു 2000 രൂപ. അപ്പോൾ SIPയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഏതിൽ ഇൻവെസ്റ്റ് ചെയ്യണം? SIP എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ബാങ്കിൽ ചെയ്യണം റിക്കറിങ് ഡെപ്പോസിറ്റിനെ SIP എന്ന് പറയുക, അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ചെയ്യണ മാസം ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് വേണമെങ്കിൽ SIP എന്ന് പറയാം. പക്ഷേ ഞാൻ ഉദ്ദേശിക്കുന്ന SIP എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നല്ല ഇക്വിറ്റി അഗ്രസീവായിട്ടുള്ള സ്കീം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സ്റ്റോക്സിലാണ് ഞാൻ ഈ പറഞ്ഞ SIP എന്ന് പറയുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പെക്റ്റഡ് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഒരു 12% നമുക്ക് പ്രതീക്ഷിക്കാം. ഞാൻ വളരെ ഒരു നോർമൽ കേസിൽ നടക്കാവുന്ന ഒരു രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞൊരു ഗ്രോത്ത് പറഞ്ഞാൽ. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ആവറേജ് പെർഫോമൻസ് പറയുന്നുണ്ടെങ്കിൽ 14% അല്ലെങ്കിൽ 14.5% ഗ്രോത്ത് കാണിച്ചിട്ടുണ്ട്. ഞാനപ്പോൾ കുറച്ചും കൂടിയും കുറഞ്ഞ സൈഡിൽ ഒരു 12% ആണ് എക്സ്പെക്റ്റഡ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രോത്തിലാണ് പോകണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 വയസ്സ് ആകുമ്പോൾ ഈ 20ാമത്തെ വയസ്സിൽ തുടങ്ങിക്കഴിഞ്ഞാൽ 30th ഇയറിൽ എന്ന് വെച്ചാൽ 10 വർഷം കഴിഞ്ഞിട്ട് ഏകദേശം ഈ ഫണ്ട് ഒരു 4.6 ലാക്കായിട്ട് ഇത് ഗ്രോത്ത് നടക്കും. ഇനി ഇത് ഒരു 40 വയസ്സാകുമ്പോഴേക്കും ഏകദേശം ഒരു 20 ലാക്കായിട്ട് ഇതിന് ഗ്രോത്ത് ആവും. ഇനി ഇതൊരു 50 വയസ്സാകുമ്പോഴേക്കും ഒരു 70 ലക്ഷമാവും. ഇതൊരു 55 വയസ്സാകും. ഞാൻ 55 വയസ്സിൽ നമ്മൾ റിട്ടയർ ആവാം എന്നുള്ള രീതിയിലാണ്. അതാകുമ്പോൾ ഒരു 1.3 crore ആയിട്ട് വളരുകയുണ്ടാവും. ഇനി ഇത് നമ്മൾ പറയുന്നത് ഫസ്റ്റ് ഇയർ നമ്മൾ 2000 രൂപ വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത്, ഇനി സെക്കൻഡ് ഇയർ നോക്കുമ്പോൾ 10% ഇൻക്രീസായി. അപ്പോൾ 2200 10%. നമ്മുടെ എല്ലാവരുടെയും ഇൻകത്തിലൊരു സാലറി ഹൈക്കൊക്കെ ഉണ്ടാവും. 10% എല്ലാ വർഷം ഗ്രോത്ത് ആവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഞാൻ ഈ പറയുന്നത്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ജോലി മാറുമ്പോഴൊക്കെ ഇങ്ങനത്തെ ഒരു ഗ്രോത്ത് കിട്ടും. അപ്പോൾ നമ്മുടെ ആ ഇൻകത്തിൽ ഗ്രോത്ത് വരുന്നതനുസരിച്ച് തന്നെ ഈ പറഞ്ഞ SIP ഇൻവെസ്റ്റ്മെൻറ്റിലും ഓരോ 10% ഗ്രോത്ത് ഉണ്ടാക്കുക. അപ്പം 3ാമത്തെ വർഷം ഇനി ഇതിൻ്റെ 10% എന്ന് പറഞ്ഞാൽ 220 രൂപ എന്ന് വെച്ചാൽ 2420 രൂപ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു ഡിഫറൻസ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്നത് ഒരു 6.7 ലാക്കായിട്ട് ഉയരും. ഇനി ഇതൊരു 20 എന്നുള്ളൊരു 39 ലക്ഷമായിട്ട് വരും. ഇതൊരു 1.7 CR ആയിട്ട് വരും. ഇതൊരു 3.5 CR 3.5 കോടി രൂപ ആയിട്ട് നമ്മുടെ ഫണ്ട് വളരാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ് ഇതിലുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഇത് ചെറിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടായിരിക്കും നമുക്ക് തോന്നുക ഇനീഷ്യലി. പക്ഷേ നമ്മൾ ഈ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ടൈമിൽ എസ്പെഷ്യലി 10 വർഷവും 20 വർഷമൊക്കെ കഴിയുമ്പോൾ അത്ര വലിയൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. ഇവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഗ്രോത്ത് അങ്ങോട്ട് തുടങ്ങുന്നത്. കാരണം ഈ ഇൻവെസ്റ്റ് ചെയ്ത ഇതിലും 12% ഗ്രോത്ത് ഉണ്ടാവുകയും 55 വയസ്സാകുമ്പോഴേക്കും യാതൊരുവിധ ബുദ്ധിമുട്ടില്ലാതെ ഒരു റിട്ടയർമെൻറ്റ് നടത്താനുള്ള കോർപ്പസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 12% ഗ്രോത്ത് ഇയർ ഓൺ ഇയർ ഉണ്ടാവും എന്നുള്ള ഒരു ധാരണയിലാണ്. പക്ഷേ നമ്മൾ ഇൻ കേസ് മാർക്കറ്റ് വളരെ ഫേവറായിട്ടുള്ളൊരു സിറ്റുവേഷനാണ് വരുന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് പെർഫോമൻസ് പാസ്റ്റ് പെർഫോമൻസ് നിഫ്റ്റിയുടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 14.2% ആണ് ഉണ്ടായിട്ടുള്ളത്. ഇനി അതല്ല, നമ്മൾ നിക്ഷേപിച്ച മ്യൂച്വൽ ഫണ്ട് ഈ നിഫ്റ്റിനേക്കാളും നന്നായിട്ട് പെർഫോം ചെയ്തു. ഇപ്പോൾ ഒരു ഹിസ്റ്റോറിക്കലായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചില നല്ല മൾട്ടി ക്യാപ്പ് ഫണ്ട്സൊക്കെ ഉണ്ട്. അതൊക്കെ ഏകദേശം ഒരു 19% ഗ്രോത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതല്ല, ഏതെങ്കിലും ഒരു ലാർജ് ക്യാപ്പ് ഫണ്ട്സൊക്കെ ഉണ്ട്, അതൊക്കെ ഒരു 18% മുകളിൽ റിട്ടേൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഒരു ഹിസ്റ്റോറിക്കൽ ഡാറ്റ പെർഫോമൻസിലാണ് പറയുന്നത്. നമ്മൾ ചൂസ് ചെയ്യണ ഫണ്ട് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഈ കേസിൽ.
ഞാൻ ഇപ്പോൾ ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചേക്കണത് നമുക്ക് ഇത്രയും ഗ്രോത്ത് ഇല്ല, ഈ ഒരു ഗ്രോത്തിൽ വരണമെങ്കിൽ തന്നെ നമുക്ക് ഇത്രയും പണം നമുക്ക് അക്യൂമുലേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ വേണം. ഒട്ടും നമ്മൾ പണം വിഡ്രോ ചെയ്യരുത്, കീപ്പ് ഓൺ ഇൻവെസ്റ്റിങ്. പിന്നെ കറക്റ്റ് ഫണ്ട് നമ്മളെപ്പോഴും മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ ചെയ്യണമെങ്കിൽ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു റിട്ടയർമെൻറ്റ് കോർപ്പസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് SIP ഒരു വളരെയധികം ഒരു സ്ട്രെങ്ത് ആയിട്ടുള്ള കാര്യമാണ്. മിക്ക ആളുകൾക്കും പറ്റിപ്പോണെന്ന് വെച്ചാൽ അവരൊരു ആവേശത്തിന് SIP ചെയ്യും, ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ അവർ ആ SIP ഫണ്ട് വിഡ്രോ ചെയ്യും, വേറെ എന്തെങ്കിലും ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ശരിക്കുള്ളൊരു SIP എന്നുള്ളൊരു ഗ്രോത്ത് അവർക്ക് മിസ്സാവുന്നൊരു സിറ്റുവേഷൻ വരും. അത് ഡിസിപ്ലിൻ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാവർക്കും ഒരു ഉപയോഗപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇത് എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഏതാണ് ഫണ്ട് എന്നൊന്നും ഞാനിവിടെ പറഞ്ഞിട്ടില്ല, ഒരു നോർമൽ എക്സാമ്പിളേ പറഞ്ഞിട്ടുള്ളൂ. കാരണം ഒരു ഫണ്ട് ഏതാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു എക്സാമ്പിൾ പറയേണ്ടെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ പറയാഞ്ഞത്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് കോൾ us, വി വിൽ ഹെൽപ്പ്. അതേപോലെ തന്നെ നമുക്ക് അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.